ഹായ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികൾക്കും അവരെ പാരൻസിനൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളുടെ കൂടെ അതായത് സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസുകൾ ഓൾ ഓവർ കേരള ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഇവിടെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷ ജനുവരിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ JEE മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് 2 സ്റ്റേജായിട്ട് നടക്കുന്ന JEE പരീക്ഷേൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. ആ JEE മെയിൻ പരീക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തന്നെ 2 സീസണായിട്ടാണ് നടക്കുന്നുണ്ടാവുക, ജനുവരിയിലും ഏപ്രിലും. അപ്പം നമ്മൾ ആദ്യത്തെ സീസണായിട്ടുള്ള ജനുവരിയിലെ പരീക്ഷ കഴിയുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കുട്ടികൾ അടിപൊളി പെർസെൻറ്റേജിൽ, അതായത് 99%, 98%, 97% നേടിയ ഒരുപാട് കുട്ടികളുണ്ട്. ആൻഡ് ഈ പെർസെൻറ്റേജിൽ വെച്ച് തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു സീറ്റ് അവർ ഒരു NITകളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവർ CBSE ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതായിപ്പോൾ ഈ മാർച്ച് മാസത്തിൽ, പക്ഷേ ജനുവരി മാസത്തിലെ തന്നെ അവർ ഇന്ത്യയിലെ തന്നെ ടോപ്പായിട്ടുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ കോൺട്രറി ടു പോപ്പുലർ ബിലീഫ്, നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് വെച്ചാൽ IIT പോലെ അല്ലെങ്കിൽ NIT പോലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണമെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ കിട്ടൂ എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ കുട്ടികൾ ഓൾ ഓവർ കേരള പഠിക്കുന്ന സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ വേരിയസ് സ്കൂളിലെ കുട്ടികൾ നല്ല ടോപ്പ് പെർസെൻറ്റേജിൽ ഇപ്പം തന്നെ വാങ്ങുകയും അതേപോലെ തന്നെ അവർക്ക് സീറ്റ് ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, സ്റ്റേറ്റ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ, സയൻസും മാത്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണെന്ന് വിചാരിച്ചോ, അവർ 2027 +2 പരീക്ഷ പാസ്സാവുന്നുണ്ടാവാം. അപ്പോൾ 2027 +2 കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IITസിലും NITസിലൊക്കെ പഠിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് കൂടെ തന്നെ എന്ത് ചെയ്യാം, എൻട്രൻസ് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. കാരണം ഈ ബോർഡ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നതും എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് ആ രീതിയിലുള്ള എക്സാമിനേഷൻ പ്രാക്ടീസും ആ രീതിയിലുള്ള ട്രെയിനിങ്ങുമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ നമുക്കുണ്ട്, സൈലത്തിനുണ്ട്, ഓൾ കേരള ഉണ്ട്. അപ്പോൾ ഒരുപാട് എക്സാംസ് നമ്മൾ ഈ സ്കൂളിൻ്റെ അഡ്മിഷനും അതുപോലെ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. നെസ്റ്റ് എന്നാണ് ഈ എക്സാമിൻ്റെ പേര്. ഇനി 2 എക്സാമും കൂടി നടക്കാൻ പോവുകയാണ് നമ്മുടെ ഈ മാർച്ച് മാസത്തിൽ. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നിങ്ങളിത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. മുന്നേ ചാൻസുകളൊക്കെ മിസ്സായവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പോലെ കണക്കാക്കുക. ഈ എക്സാം വരാൻ പോകുന്നത് CBSE പഠിക്കുന്ന കുട്ടികൾക്ക് മാർച്ച് 23-നും അതേപോലെ CBSEയും സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് മാർച്ച് 30-ാം കൂടിയാണ്. അപ്പോൾ ഇതൊരിക്കലും ഇനി മിസ്സാക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ എത്രയും നേരത്തെ നമ്മൾ +1-ൽ അഡ്മിഷൻ ഉറപ്പാക്കുകയും അതിനുവേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. നമ്മൾ ഈ +1 +2ൻ്റെ ഒപ്പം കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകാനും +1 +2ൻ്റെ കൂടെ തന്നെ എഴുതിയിട്ട് ഈ IIT പോലുള്ള NIT പോലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനുള്ള വഴിയെന്ന് പറയുന്നത്. സോ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.